ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തജിക്കിസ്ഥാനിലോട്ട് MBBS പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഫസ്റ്റ് തിങ് ഈസ് നീറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നീറ്റിൽ വളരെ കുറഞ്ഞ മാർക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻസിന് പോലും തജിക്കിസ്ഥാനിൽ MBBS പെർസ്യൂ ചെയ്യാം. നെക്സ്റ്റ് വൺ NMC ഗൈഡ് ലൈൻസ്. NMCയുടെ എല്ലാ ഗൈഡ് ലൈൻസും അംഗീകരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് രാജ്യത്ത് പോവുകയാണെങ്കിലും അവിടെ ഇന്ത്യൻ എംബസി വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. തജിക്കിസ്ഥാനിൽ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും എനി ടൈം ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ആൻഡ് മെസ് ഫെസിലിറ്റി. ഹോസ്റ്റൽ ബോയ്സ് ആൻഡ് ഗേൾസ് സെപ്പറേറ്റ് ഹോസ്റ്റലാണോ, അതുപോലെ ഹോസ്റ്റലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യൻ മെസ് അവൈലബിൾ ആണോ, ദെൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള സെക്യൂരിറ്റി, ഹോസ്റ്റലിൽ സെക്യൂർഡ് ആണോ സ്റ്റുഡൻസ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മൾ നിർബന്ധമായും ചെക്ക് ചെയ്യേണ്ട മറ്റൊരു ഫാക്ടറാണ് ട്രാൻസ്ഫർ ഓഫ് മണി. ഓരോ കൺട്രിയിലും ഓരോ രീതിയിലാണ് മണി ട്രാൻസ്ഫർ ചെയ്യുക. തജിക്കിസ്ഥാനിൽ വളരെ ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, സെമസ്റ്റർ ഫീസ് എല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫീസ് സ്ട്രക്ചറിൽ ഹിഡൻ ചാർജസ് ഉണ്ടോ എന്ന് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ബിക്കോസ് പല ഫീസ് സ്ട്രക്ചറും പല രീതിയിലായിരിക്കും. സോ അതിൽ ഹിഡൻ ചാർജസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വിസ ആൻഡ് ഇൻഷുറൻസിന് മാത്രമാണ് തജിക്കിസ്ഥാനിൽ പേയ്മെൻറ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലത്തെ യാതൊരു ഹിഡൻ ചാർജസും അവിടെ ഇല്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം ആണോ കോളേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. 54 months ഓഫ് ക്ലാസ് പ്ലസ് 1 year ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ടാണോ നിങ്ങൾ MBBS ഡിഗ്രി കരസ്ഥമാക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. NMCയുടെ എല്ലാ ഗൈഡ് ലൈൻസും അംഗീകരിച്ചുകൊണ്ടും ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് തജിക്കിസ്ഥാനിലെ തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നിങ്ങളൊരു MBBS ആസ്പയറിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS പഠിച്ചിറങ്ങണമെങ്കിൽ കണക്ട് വിത്ത് മെഡാക് എഡ്യു സൊല്യൂഷൻസ്.